പാസ് അജീഷ് സത്യൻ അങ്ങയുടെ ഒരു സുഹൃത്തായിരുന്നു പാസ് ജോസ് പ്രകാശ് എന്ന് കരുതുന്നു. പ്രിയ പാസ് ജോസ് പ്രകാശുമായിട്ടുള്ള പാസ്റ്ററുടെ ബന്ധം ഒന്ന് പറയാമോ? പക്ഷേ ഞാന് കഴിഞ്ഞ 25 വർഷമായിട്ട് പാസ്റ്റർ ജോസ് പ്രകാശുമായിട്ട് ബന്ധമുണ്ട്. ഒരുമിച്ച് പഠിച്ചതാണോ അതോ? ഞങ്ങള് ഒരുമിച്ച് ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയിൽ ഞങ്ങൾ ഒരുമിച്ച് BTH പഠിക്കുകയും അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹമായിട്ട് നല്ല സൗഹൃദ ബന്ധമാണ്. ഈ ന്യൂ ലൈഫിൽ വെച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴായിരിക്കും പരിചയവും ബന്ധവും തുടങ്ങിയത്? അതെ, ന്യൂ ലൈഫിൽ വെച്ചാണ് ഞങ്ങള് ആദ്യമായി കാണുന്നത്. എന്റെ ഡോർമെട്രിയിലാണ് അദ്ദേഹം കിടക്കുകയും താമസിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഒരുമിച്ചായിരുന്നു? എത്ര വർഷം അവിടെ പഠിച്ചു? ഞങ്ങള് 3 വർഷം ഒരുമിച്ച് അവിടെ BTH പഠിച്ചു. 3 വർഷം നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും അവസരം ലഭിച്ചു. അതിനുശേഷം 2 തലങ്ങളിലേക്ക് നിങ്ങൾ ശുശ്രൂഷയിലേക്ക് പോയി അല്ലേ? ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കൊട്ടാരക്കരയിൽ എനിക്ക് ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വെള്ളിയാഴ്ച എനിക്ക് ആ കോളേജിൽ നിന്ന് പുറത്തുപോയി ശുശ്രൂഷ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. അപ്പം 10-20 പേരോളം അന്നത്തെ പ്രവർത്തനത്തിൽ എനിക്ക് നേടിയെടുക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടുപോകുന്ന ജോസ് പ്രകാശിനെ ആയിരുന്നു. ശരി. അദ്ദേഹം വരികയും എന്റെ വിശ്വാസികളോടൊക്കെ ഒത്ത് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ജോസ് പ്രകാശിന്റെ സ്വദേശമൊക്കെ എവിടെയാ? അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയില് പേരേക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് പാസ്റ്റർ അറിവിലുള്ളതെന്ന് പറയാമോ? അദ്ദേഹത്തിന് പപ്പയുണ്ട്, അമ്മയുണ്ട്, അദ്ദേഹത്തിന് 2 ജ്യേഷ്ഠന്മാരുണ്ട്. ഒരാള് ശുശ്രൂഷയിലാണ്, അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേര് സുനിൽ എന്നാണ്. ഈ പാസ്റ്ററുടെ മക്കള്? ജോസ് പ്രകാശിനോ? ജോസ് പ്രകാശ് കുടുംബം 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു മോനും ഒരു മോളും. അവരെന്തുവായി പാസ്റ്ററെ? മോന് 11ാം ക്ലാസ്സിലും മോള് 9ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇപ്പോൾ അവർ ഏത് സെന്ററിലായിരുന്നു? അവര് സെന്റർ എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്നാലും നെടുമങ്ങാട് സെന്ററിൽ നെയ്യാറ്റിങ്കര സെന്ററിലായിരുന്നു. നെയ്യാറ്റിങ്കര സെന്ററിൽ. അതെ. ഈ അടുത്ത സമയത്ത് വല്ലതും പാസ്റ്റർ നേരിൽ കണ്ടിരുന്നോ? ഞാന് അദ്ദേഹവുമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് വർഷങ്ങളായി 25 വർഷങ്ങളായി ആ സൗഹൃദം. എന്റെ വിവാഹം സമയത്തൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം എനിക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ച ഒരാളാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ ഒത്തിരി എനിക്ക് വേണ്ടി നിന്നൊരു മനുഷ്യനാണ് ജോസ് പ്രകാശ്. ആ സൗഹൃദം അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങ് പോവുകയും എല്ലാ വർഷവും അങ്ങ് പോവുകയും അവധിക്ക് അങ്ങ് പോവുകയും അപ്പോൾ തന്നെ അവരെന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ എന്റെ അടുത്താണ് അവർ വരുന്നത്. ജോസും കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് എന്റെ അടുത്ത് വരും. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ജോസിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതിന് ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹവും കുടുംബവും ഇവിടെ എറണാകുളത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വലിയ സൗഹൃദമായിരുന്നു കർത്താവിന്റെ ദാസനോട് ഉള്ള ബന്ധത്തില്. ഈ ജോസ് പ്രകാശ് പാസ്റ്ററുമായിട്ടുള്ള ഈ 25 വർഷത്തെ സൗഹൃദത്തിൽ പാസ്റ്റർ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ജോസ് പ്രകാശിന്റെ മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഹാപ്പി ഉള്ളൊരു മൈൻഡാണ്. എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക. നമ്മളൊരു സങ്കടമായിട്ട് ജോസ് പ്രകാശിന്റെ അടുത്ത് ചെന്നിരുന്നു കഴിഞ്ഞാല് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹാപ്പി ആവും. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറക്കാം. അതുപോലെയാണ് ജോസ് പ്രകാശിന്റെ. എനിക്കിത്രയും എന്റെ ഹൃദയം നന്നായി മനസ്സിലാക്കിയൊരു എന്റെ ഒരു സുഹൃത്താണ്. എനിക്ക് അനേക സുഹൃത്തുക്കളുണ്ട്, എന്നാല് ഇതുപോലൊരു ബന്ധമുള്ളൊരു സുഹൃത്ത് എനിക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ എനിക്കൊരു സുഹൃത്ത് ജോസ് പ്രകാശിനെ പോലെ ഒരു സുഹൃത്ത് എനിക്കില്ല. അപ്പം ആ
അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ അരമണിക്കൂറോളം അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഈ അപകടത്തിന് മുമ്പ് സംസാരിച്ചിരുന്നു. ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ നന്മകൾ ഷെയർ ചെയ്യും. ഒരു ചെറിയൊരു ഉടുപ്പ് വാങ്ങിച്ചാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്കൊരു വിളിച്ചത് തന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു, ജോസെ ഞാനൊരു ഷർട്ട് തയ്പ്പിക്കാൻ കൊടുത്തു. 1 അല്ല 20 ഷർട്ട് തയ്പ്പിക്കാൻ കൊടുത്തിട്ട് എനിക്കത് അളവ് ശരിയായില്ല. അതുകൊണ്ട് നിനക്ക് ഞങ്ങളങ്ങോട്ട് അങ്ങനെ വിളിക്കുന്നത്, നിനക്ക് ഞാനത് തരാം എന്ന് പറഞ്ഞ് വിളിച്ചു. അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞു കൊറിയർ അയച്ചു തരിക എന്നൊക്കെ പുള്ളി പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വരാം അജീഷ എന്ന് പറഞ്ഞു. അവസാനം ഒടുവിൽ പറഞ്ഞത് കോട്ടയം ജില്ലയിലെ എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി വരാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മള് ഇനിയുള്ള നാളുകളിൽ ഒരുമിച്ച് നമുക്ക് നിൽക്കാം, പലയിടത്തായിരുന്നല്ലോ. എന്നാല് എന്തിനാ എന്നെ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്നുള്ള അവസാന വാക്കായിരുന്നു. അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം ഫോൺ വെക്കുന്നത്. പിന്നീട് 2 ദിവസം പിന്നീടാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിയുന്നത്. ഞാൻ ആ സമയത്ത് മറ്റൊരു സ്ഥലത്തായിരുന്നു, ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ശക്തമായ നിലയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുകയും അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, തിയോളജിക്കൽ ഡിഗ്രി ഉണ്ട്. അതുപോലെ തന്നെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഭയും. അങ്ങനെ വളരെ ഒരു ബഹുമുഖ പ്രതിഭയാണ് ജോസ് പ്രകാശ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സർവീസിന് ഞാൻ ഇങ്ങനെ ഒരു ലെജൻഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോലും ഇത്രയും ആൾക്കാർ വരുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലത്തെ ജനസാന്ദ്രതയായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സർവീസിൽ പോലും. എന്ന് പറഞ്ഞാൽ അത്ര സമ്മതനായിരുന്നു ആ കർത്താവിന്റെ ദാസൻ. എന്ന് പറഞ്ഞാൽ വർണ്ണ വ്യത്യാസമിന് എല്ലാവരും ആ നാട്ടിൽ അദ്ദേഹത്തെ ഒരുപോലെ സ്നേഹിക്കുന്നൊരു വ്യക്തിയായിരുന്നു ജോസ് പ്രകാശ്. അദ്ദേഹത്തെ ആ വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഒരു നെടുവീർപ്പോട് കൂടെ ഓർക്കാൻ കഴിയത്തുള്ളൂ. അദ്ദേഹത്തെ ഒത്തിരി മിസ് ചെയ്യുന്നു ഞാൻ. നിശ്ചയമായിട്ടും നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്, എന്നാൽ അതിൽ കൂടുതൽ അജീഷ് സത്യം പാസ്റ്ററിനുണ്ട്. എന്നാൽ ദൈവഹിതത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയത്തുമില്ല. എന്നാൽ ആ കുടുംബത്തിനൊരു ആശ്വാസം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒരു ശുശ്രൂഷയിൽ നിന്ന ഒരു കുടുംബം എന്ന നിലയിൽ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതിന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മറ്റുള്ളവർ നിശ്ചയമായിട്ടും അവർക്ക് വേണ്ടി വരട്ടെ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യാം. ഇത്രയും പ്രതികരിച്ചതിന് പാസ്റ്ററോട് നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.